ശനിയാഴ്ച വെളുപ്പിനെ ഒരു 4:45 ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ട് പോവുകയാണെന്നല്ലേ, നമ്മൾ പഴവങ്ങാടിയിലോട്ട് പോവുകയാണേ. അവിടെ ചെന്നപ്പോൾ വഴി സൈഡിലെല്ലാം നാളികേരവും കറുകമാലയും നാരങ്ങാമാലയും ഒക്കെ കിടപ്പുണ്ടേ. അങ്ങനെ ഭഗവാൻ ഇഷ്ടമല്ലേ, അങ്ങനെ നമ്മൾ ഭഗവാന് വേണ്ടി കറുകമാലയും നാരങ്ങാമാലയും പിന്നീട് അവിടെ ഉടയ്ക്കാനുള്ള തേങ്ങയും എടുത്ത്. ഇത്ര വെളുപ്പിനെ പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ പാർക്ക് ചെയ്യാൻ പിന്നെ സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ വെളുപ്പിനെ ആകുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമല്ലോ. ഒരു 10 വർഷത്തിന് ശേഷമാണ് ഞാൻ പഴവങ്ങാടി പോണേ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട്, പക്ഷേ നല്ല വൃത്തിയെ ഭഗവാനെ കാണാൻ പറ്റിയേ. ഭയങ്കര സന്തോഷമായി. നമ്മൾ ചെന്ന ആ സമയം തന്നെ അവിടെ പൂജ അടക്കുകയായിരുന്നു. അങ്ങനെ പൂജ കണ്ട് അതൊക്കെ തൊഴുത് ആരതി ഒഴിഞ്ഞതുമൊക്കെ തൊഴുത് നമ്മൾ ചുറ്റി കണ്ടേ പ്രസാദവും വാങ്ങിച്ച് തേങ്ങയൊക്കെ അടിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ ലോട്ടറി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മാളുവിന് ലോട്ടറി വേണമെന്നും പറഞ്ഞ് ലോട്ടറിയൊക്കെ എടുത്ത് വഴിയിലെങ്ങും ഒരു തിരക്ക് പോലും ഇല്ല കേട്ടോ. തിരക്കായി വരുന്നതേ ഉള്ളൂ. നമ്മളൊരു 5:30 വരെ അവിടെ നിന്ന്. അപ്പോഴാണ് നമ്മുടെ ഭഗവതി ലോട്ടറി കണ്ടത്. അപ്പം നമ്മൾ ക്രിസ്മസ് ബമ്പർ എടുത്തില്ലായിരുന്നു. അപ്പം ചേട്ടൻ മേടിച്ച് എന്തായാലും ഇവിടം വരെ വന്നേയില്ലേ, നമ്മുടെ എപ്പോഴോ അങ്ങോട്ട് ഭഗവതി ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചില്ലേ, ആ ഒരു വിശ്വാസത്തിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പൊട്ടി. ലോട്ടറിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ശ്രീകാര്യത്തുള്ള ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിൽ വന്നേ. അപ്പോൾ അച്ഛനെയും കണ്ട് മോനെയും കണ്ട് തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയും തൊഴുതതിന് ശേഷം ഞാൻ പറഞ്ഞു രാവിലെ ആയില്ലേ, എന്നാൽ നമുക്ക് ബീച്ചിലും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് ശനിയാഴ്ച ഇല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്ന് അവിടെ ഇതിനകത്തൊരു ഞണ്ടുണ്ടേ, നമ്മളെ കണ്ടുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞ് പെരുമാതുറയിൽ പോയി മീനും കൂടെ നോക്കാമെന്ന്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല പള്ളികളുമാണ്, അതുമല്ല നല്ല റോഡുമാണ്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ ആളുകൾ കൂട്ടം കൂടിയിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി മീനാണ്. അപ്പം നല്ല വലിയ അയില കേട്ടോ, 200-ന് 6 എണ്ണം വെച്ച്. അങ്ങനെ അതുമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് നേരെ വീട്ടിലേക്ക്.